ആ മുഖമില്ലാത്ത സൈബറോളികൾ സൈക്കോപാത്തുകളായ മലയാളികളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരാളെ സൈബറിടങ്ങളിൽ വന്നിരുന്ന് എന്തും വിളിക്കാമെന്നുള്ള, എന്ത് വൃത്തികേടും കാശിന് വേണ്ടി വിളിക്കാം. അല്ലെങ്കിൽ ഓക്കെ, സോഷ്യൽ മീഡിയ ചാനലുകാര് ഒരു ഭാഗത്ത് കാശിന് വേണ്ടി വിളിക്കുന്നു, എന്നാൽ കമന്റോളികൾക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ കൊടുക്കുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. എന്നിട്ടും കുത്തിയിരുന്ന് വല വൃത്തികേടുകളും ഓരോ സെലിബ്രിറ്റീസിനെ കുറിച്ചും, പ്രത്യേകിച്ചും ബിഗ് ബോസ് സെലിബ്രിറ്റീസിനെ കുറിച്ച്. പോട്ടെ, സെലിബ്രിറ്റീസിനെ വിട്ടേക്ക്, ആ പദം വേണ്ട. ബിഗ് ബോസിലെ പാവപ്പെട്ട കണ്ടസ്റ്റൻസിനെ കുറിച്ച് വിളിച്ചു കൂവുന്നത് കാണുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊന്ന് തലയ്ക്ക് വലിയ സുഖമില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, ഞങ്ങൾക്കും അറിയാവുന്നത് പോലെ, ബിഗ് ബോസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 7 സീസണുകളിൽ നടക്കുന്ന ഒരു മത്സരമാണ്. അതിൽ എൻ്റെ അറിവിൽ ഈ 7ാമത്തെ സീസൺ വരെയും, എൻ്റെ സീസണിലെ കാര്യം ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ 7ാമത്തെ സീസണിൽ ഞങ്ങൾ ആരും ഒരാളുടെയും പുറത്തുള്ള ഒരു മലയാളി ജനതയെയോ കേരള ജനതയോ അപമാനിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനെയും കരിവാരി തേച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളെയും അവഹേളിച്ചിട്ടില്ല. ഒരു രാജ്യത്തെയും അവഹേളിച്ചിട്ടില്ല. ഒരു സംസ്കാരത്തെയും അവഹേളിച്ചിട്ടില്ല. ഒരു ചരിത്രത്തെ കരിവാരി തേക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ എല്ലാവരും അവിടുത്തെ അടുക്കളയിലും അവിടുത്തെ ബാത്റൂമിലും പിന്നെ പരസ്പരമുള്ള കാര്യങ്ങളും ടാസ്കുകളും പറഞ്ഞു പോരടിക്കുകയാണ് ചെയ്തത്. ആസ് എ പാർട്ട് ഓഫ് ദ ഗെയിം ഞങ്ങളത് വളരെ വൃത്തിക്ക് ചെയ്തു. അതിന് ഓരോരുത്തർക്കും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെല്ലാം സംഭവിക്കാം. ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം, പാർട്ട് ഓഫ് ദ ഷോ. അതൊരു റോസ്റ്റിംഗ് ഷോ ആണ്, അതൊരു മൈൻഡ് ഗെയിം ഷോ ആണ്. ഇതെല്ലാം സംഭവിക്കും. അത്യാവശ്യം കഴിവുള്ളവരെയാണ് ഈ 7 സീസണുകളിലും അവർ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. ഇനി പുറത്തു നിന്നുള്ളവർ എന്ത് പറഞ്ഞാലും, ഇനി ഞങ്ങൾ കഴിവില്ലാത്തവരാന്ന് പറഞ്ഞാൽ പോലും സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. ബിക്കോസ് വേറൊന്നുമല്ല, ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് ഓഡീഷൻ ചെയ്ത് എടുത്തവരാണ് ഞങ്ങൾ എല്ലാവരും, അല്ലെ? അപ്പൊ ഞങ്ങളുടേതായ ഒരു കാര്യങ്ങൾ ഞങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും സമൂഹത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ആരും അതിനകത്ത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെയും ഈ മുഖമില്ലാത്ത സൈബറോളി മക്കൾക്ക് എന്തിന്റെ കേടാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നീയൊക്കെ ഇതിന് മറുപടി പറയണം, ഇല്ലെങ്കിൽ നിയമങ്ങൾ നിന്നെ കൊണ്ടൊക്കെ പറയിപ്പിക്കും.